പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗീയ കൊട്ടാരങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. സിയോൻ പർവ്വതത്തിൽ കയറുകയാണ്. കാലത്തിനുള്ളിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ശക്തിയെ, നിത്യതയെ നമ്മൾ സ്പർശിക്കുകയാണ് എന്ന് നാം ചിന്തിപ്പാനിടയാണ്. ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് ദൈവം തന്റെ പ്രാർത്ഥനയുടെ രീതി വ്യക്തമാക്കിയാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ യഹൂദ മക്കൾക്ക് അല്ലെങ്കിൽ യഹൂദ ജനതയ്ക്ക് ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന രീതി അവർക്ക് അറിയത്തില്ല. അവർക്ക് കേവലം അറിയാവുന്നത് അഡോണായ്, എലോഹി, യഹോവ എന്നിങ്ങനെയുള്ള സംബോധന അർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന മാത്രമേ അവർക്കറിയൂ. യേശു അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ദൈവവുമായിട്ട് നമുക്കൊരു അഭേദ്യ ബന്ധമുണ്ട് എന്ന് ഉറപ്പിക്കത്തക്ക നിലയിൽ പ്രാർത്ഥനയുടെ രീതിക്ക് ഇവിടെ വ്യത്യാസം വരികയാണ്. എന്താണ് ഇവിടെ പറയുന്നത്? ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവർ ഹെവൻലി ഫാദർ. അപ്പൊ ദൈവത്തോട് അടുത്ത് നിൽക്കാൻ, പിതാവിനോട് ചേർന്ന് നിൽക്കുവാൻ തക്കമുള്ള ഒരു അഭേദ്യ ബന്ധത്തെ ഇവിടെ ഉറപ്പിക്കുന്നു എന്ന് ഈ പ്രാർത്ഥന രീതി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. വാസ്തവത്തിൽ പുത്രന്മാരെന്ന് പറയുന്ന, ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നത് നമുക്കറിയാം, യാചിക്കുന്നവരല്ല. അവർ ധൈര്യത്തോടെ എന്ത് ചെയ്യാണ്? ഹലോ, ചോദിക്കുകയാണ്. ഓക്കെ, പിതാവേ എന്ന് പറയുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ തെരഞ്ഞെടുക്കുന്ന, നമ്മളെ സ്വാഗതം ചെയ്യുന്ന, നമ്മളെ ദൈവത്തിന്റെ സന്നിധിയിൽ മറയ്ക്കുന്ന ഒരു അഭേദ്യ ബന്ധത്തിലേക്ക് ഇത് മാറുന്നു. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? നമ്മൾ ഒറ്റയ്ക്കല്ല എന്നും, നമ്മളെ ചേർത്ത് നിർത്താൻ കഴിയുന്നുവെന്നും, നമ്മുടെ അവസ്ഥകളെ മനസ്സിലാക്കുന്നുവെന്നും, നമ്മുടെ പ്രകൃതി അറിയുന്നവനാണെന്നും ഒക്കെ മൊത്തമായി രൂപം കൊള്ളുന്ന ഒരു ഘടകവിശേഷത്തിലേക്ക് മാറുകയാണ് പിതാവേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ പ്രാർത്ഥനയുടെ ചൊല്ല് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ ആത്മാവുള്ള നാം ദൈവത്തിന്റെ മക്കളായി മാറുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഇല്ല എങ്കിൽ നാം ഒരിക്കലും ദൈവത്തിന്റെ മക്കളാകാൻ കഴിയുകയില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കൾ എപ്പോഴും റോമാലേഖനം പറയുന്നത് പോലെ, അതിന്റെ 8-ാം അധ്യായം 15-ാം വചനത്തിൽ പറയുന്നത് പോലെ, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. തിരിച്ചറിയ പ്രിയമുള്ളവരെ, ദൈവവും മനുഷ്യനും കണ്ടുമുട്ടുന്ന രഹസ്യ അറയിലേക്ക്, രഹസ്യ സ്ഥലത്തേക്ക് ഞാൻ നിങ്ങൾ കടന്നു വന്നേ മതിയാകുകയുള്ളൂ എന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ബുദ്ധി ഉപദേശിക്കുകയാണ്. എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയം എടുക്കുന്നു. ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ, വിത്വരീയ മനുഷ്യൻ, ആരാലും അറിയപ്പെടാത്ത സ്വർഗത്താൽ സമ്പൂർണമായ ആ രഹസ്യ മനുഷ്യൻ നിലവിളിക്കുവാൻ തയ്യാറാകുന്നു എന്ന് ഞാൻ പഠിപ്പിക്കാൻ ഇടയായി. ആ രഹസ്യ മനുഷ്യന് കേൾക്കാൻ കഴിയും. ആ രഹസ്യ മനുഷ്യന് സുബോധമുണ്ട്. ആ രഹസ്യ മനുഷ്യന് വിവേചിക്കാൻ കഴിയും. അത് നമ്മുടെ ഭൗമിക ശരീരം അകന്നുപോയാലും ആ രഹസ്യ മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥമായ ആ രഹസ്യ സ്ഥലത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ആ രഹസ്യ മനുഷ്യനെ തിരിച്ചറിയണം. അവിടേക്ക് കടന്നു വരുവാൻ ആര് തയ്യാറാണ്? നമ്മൾ അരുമനാഥനായ യേശു ക്രിസ്തു തയ്യാറാണ്. ഹല്ലേലൂയ. ഞാൻ വാതിക്കൽ വന്നു നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, അപ്പോൾ എവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ വാതിൽ, ഹൃദയത്തിന്റെ വാതിൽ ആരാണ് തുറക്കേണ്ടത്? നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ കഠിന ഹൃദയം മാറിയെങ്കിലേ ആ വാതിൽ തുറക്കപ്പെടുകയുള്ളൂ. നമ്മളുടെ ദുഷ്ടതയും അതുപോലെ തന്നെ അന്ധവിശ്വാസവും അനാചാരവും നീങ്ങെങ്കിൽ മാത്രമേ ഈ ഹൃദയത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയുള്ളൂ. എത്ര പേർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നു? ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം വിശുദ്ധിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധനായ ദൈവത്തെ ഒരു സാധാരണ മനുഷ്യൻ അടുത്തു വരണമെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ ഭൗമികതയായ എല്ലാ കാഴ്ചപ്പാടുകളും നിർത്തിക്കൊണ്ട്, ചിന്തകളും ബുദ്ധികളും എല്ലാ അറിവുകളും നിർത്തിക്കൊണ്ട് അകത്തെ മനുഷ്യൻ ഉണരുവാനും, അകത്തെ മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടാനും, ദൈവിക ജ്ഞാനത്തെ പ്രാപിക്കുവാനും തയ്യാറാകണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. പുത്രത്വത്തിന്റെ ആത്മാവിനെ എത്രയും നാം പ്രാപിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല എന്ന് പറഞ്ഞാൽ
ഒരു അടിമത്തം അനുഭവിക്കേണ്ടുന്ന ഒരു ഗതികേട് നമുക്കുണ്ടാകരുത്. പാരമ്പര്യത്തിന്റെ ചങ്ങലയിൽ ബന്ധിക്കപ്പെടരുത്. അന്ധവിശ്വാസത്തിൽ കുടുങ്ങിപ്പോകരുത്. മിഥ്യാമൂർത്തികളിൽ നമ്മൾ അടിമയായി മാറരുത്. ഈ ലോകം പലതും നമ്മളെ ഉപദേശിക്കാൻ കഴിയും, പക്ഷെ ആ ഉപദേശത്തിൽ വാസ്തവമുണ്ടോ എന്ന് നാം തിരിച്ചറിയണമെന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കണം. ദൈവവചനത്തിലല്ലാത്ത എല്ലാ ഉപദേശങ്ങളെ നാം സൂക്ഷ്മതയോടെ കാണണം. അതുകൊണ്ട് നമുക്ക് ഏക വിശ്വാസം എന്ന് പറയുന്നത് ദൈവിക വിശ്വാസമാണ്. ഏക ആത്മാവ് എന്ന് പറയുന്നതും ദൈവത്തോടുള്ള നമ്മുടെ ആത്മാവാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വചനത്താലും വിശ്വാസത്താലും ആത്മാവിനാലും ത്രിയേക ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് മാറുകയാണ്. ഹല്ലേലൂയ. വിശുദ്ധ കരങ്ങൾ കുത്തിയോടിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ചാണ്. അതുകൊണ്ട് സ്വർഗത്തിനായി ഞങ്ങളുടെ പിതാവേ നിന്റെ നാം വിശുദ്ധീകരിക്കപ്പെടണം എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് ഒതുക്കി തീർക്കുന്ന കാണാപ്പാഠം പഠിച്ചത് കൊണ്ട് പ്രാവർത്തികമാക്കി കൊണ്ടുവരുന്ന ഈ ശീലങ്ങൾക്കപ്പുറത്ത് നമുക്ക് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ട് എന്ന് ഈ വേദവചനത്തിലൂടെ വിളിച്ചു പറയുന്നു. പ്രിയമുള്ളവരെ, അപ്പൊ നമ്മുടെ പിതാവ് ഭൗമിക പരിമിതികളാൽ ബന്ധിതനല്ല എന്ന് ഓർക്കണം. നമ്മുടെ പിതാവ് പരമാധികാരിയും ശാശ്വതവാനും നിത്യനുമാണ്. നമ്മുടെ പിതാവിന്റെ ഇരിപ്പിടം എന്ന് പറയുന്ന സ്വർഗീയ സിംഹാസനമാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം നമ്മുടെ ഭൂമിയിലുള്ള മക്കളോടൊപ്പം ആയിരിക്കരുത്. നമ്മുടെ ഹൃദയം സ്വർഗത്തിലെ ദൈവത്തോടായിരിക്കണം. ദൈവത്തിന്റെ ഹൃദയം അറിയണം. ദൈവത്തിന്റെ ഹൃദയത്തിലെ ദുഃഖങ്ങൾ അറിയണം. ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയണം. ദൈവത്തിന്റെ ഹൃദയത്തിലെ താല്പര്യങ്ങളെ അറിയണം. ദൈവത്തിന്റെ ഹൃദയത്തിലെ ഇച്ഛകളെ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി സ്നേഹത്തോടെ ഞാൻ വിളിച്ചു പറയുകയാണ്, നമുക്ക് അബ്ബാ എന്ന് വിളിക്കണമെങ്കിൽ, പിതാവേ എന്ന് വിളിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഒരു പുത്രത്വത്തിന്റെ ആത്മാവ് സ്ഥാപിതമായേ മതിയാകുകയുള്ളൂ. ജീവനുള്ള ദൈവത്തിന്റെ മകനും മകളുമാകുന്ന ഒരു ഇരിപ്പിടം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായേ മതിയാകുകയുള്ളൂ എന്ന് ഞാൻ വിളിച്ചു പറയട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ വിധേയപ്പെടൂ, വിശുദ്ധിക്ക് വിധേയപ്പെടൂ, സത്യസന്ധതയ്ക്ക് വിധേയപ്പെടൂ, നീതിക്ക് വിധേയപ്പെടൂ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുക. പഴയ നിയമത്തിലെ യഹൂദ ജനത്തിന് അഡോനായി എന്ന് മാത്രം അറിയപ്പെടുമ്പോൾ, എലോഹീം എന്ന് മാത്രം അറിയപ്പെടുമ്പോൾ, എന്തുവാ യഹോവ എന്ന് മാത്രം അറിയപ്പെടുമ്പോൾ, പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു ഞങ്ങളുടെ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിതാവിനെ പരിചയപ്പെടുത്തുന്നു. പ്രിയരെ, ദൈവവുമായിട്ട് ഒരു അഭേദ്യ ബന്ധത്തിലേക്ക് ഇവിടെ വഴി തുറക്കുകയാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, അന്നുള്ള ആഹാരത്തിന് മുമ്പേ, ദൈവത്തിൽ നിന്നും ക്ഷമ പ്രാപിക്കുന്നതിന് മുമ്പേ, മറ്റുള്ളവരോട് ക്ഷമ പ്രാപിക്കുന്നതിന് മുമ്പേ, നമ്മുടെ സുരക്ഷയ്ക്ക് മുമ്പേ നമ്മുടെ ജീവിതത്തിൽ അതിപ്രധാനമായി ഒരു കാര്യം കൂടെ നടപ്പിലാകണം. അതാണ് ഇവിടെ പറയുന്നത്, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. എല്ലാവരും എന്നോട് ചേർന്ന് പറഞ്ഞാട്ടോ, എന്താണ് ആ പദം പറയുന്നത്? നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുമാറാകണമേ. അപ്പൊ യേശുവിന്റെ പ്രാർത്ഥനയിലെ ആദ്യത്തെ അഭ്യർത്ഥനയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. കാരണം ദൈവത്തിന്റെ മഹത്വമാണ് എല്ലാറ്റിലും പ്രധാനം. എല്ലാറ്റിലും കേന്ദ്രം എന്താണ്? ദൈവത്തിന്റെ മഹത്വമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം തിരിച്ചറിയണം, അതിജീവിക്കാൻ വേണ്ടി മാത്രമല്ല, രക്ഷിക്കപ്പെടാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. നാം ദൈവത്തിന്റെ സൃഷ്ടികളാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ക്ഷമിക്കുമ്പോഴല്ല, നമ്മൾ സ്നേഹിക്കുമ്പോഴല്ല, നമ്മൾ സേവിക്കുമ്പോഴല്ല, നമ്മൾ ആരാധിക്കുമ്പോഴല്ല, നാം നന്നായി കഷ്ടപ്പെടുമ്പോഴും രഹസ്യമായി അനുസരിക്കുമ്പോഴും നാം ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരേ ഒരു സന്ദേശം എന്ന് പറയുന്നത് ഇതാണ്: ദൈവമേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുമാറാകണമേ. അതുകൊണ്ട് ദൈവത്തിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുമ്പോൾ അത് ഒറ്റയടിക്ക് പറഞ്ഞു നിർത്താനുള്ളതല്ല. ആ നാമത്തിൽ നമ്മുടെ കുടുംബം ശുദ്ധമാകണം. എല്ലാവരും ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നമ്മൾ സ്വതന്ത്രരാകണം. യേശുവിന്റെ നാമത്തിൽ നമുക്ക് ക്ഷമിക്കുവാനുള്ള ശക്തി ഉണ്ടാകണം. യേശുവിന്റെ നാമത്തിൽ സ്നേഹിക്കാനുള്ള ശക്തി ഉണ്ടാകണം. യേശുവിന്റെ നാമത്തിൽ ആരാധിക്കാനുള്ള ശക്തി ഉണ്ടാകണം. യേശുവിന്റെ നാമത്തിൽ കഷ്ടപ്പെടാനുള്ള ശക്തി ഉണ്ടാകണം. യേശുവിന്റെ നാമത്തിൽ ദൈവവചനം അനുസരിക്കാനുള്ള ശക്തി ഉണ്ടാകണം. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമം നമ്മളെ ശുദ്ധീകരിക്കണം. നമ്മൾ സ്വതന്ത്രരാകണമോ? പവിത്രവും ശ്രേഷ്ഠവുമായ സർവശക്തന്റെ നാമം നമ്മുടെ ജീവിതത്തിൽ വാഴാനിടയാകണം.
കാരണം ദൈവത്തിന്റെ നാമത്തിലാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടത്. ദൈവത്തിന്റെ നാമത്തിലാണ് സകലതും ഉളവായത്. ദൈവത്തിന്റെ നാമത്തിലാണ് സകലതും സംജാതമായത്. അതുകൊണ്ട് ആ നാമത്തെ ഒഴിവാക്കി നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഈ ലോകത്തിൽ അനേക നാമങ്ങളുണ്ട് പ്രിയമുള്ളവരെ, അനേക നാമത്തിൽ അനേക ആരാധനകളുണ്ട്. പക്ഷെ ആകാശത്തിനും ഭൂമിക്കും മധ്യസ്ഥനായ ഒരേ ഒരു നാമമേ ഉള്ളൂ. എല്ലാവരും ചേർന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ നാമം. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമം നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമം നമുക്ക് ആരാധനയ്ക്ക് യോഗ്യമായ നാമമെന്ന് തിരിച്ചറിയണം. യേശു ക്രിസ്തുവിന്റെ നാമം ഹല്ലേലൂയ നമ്മളെ സ്നേഹിക്കാൻ ചലഞ്ച് ചെയ്യുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമം ദൈവത്തെ സേവിക്കാൻ നമ്മളെ ബലപ്പെടുത്തുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമം കഷ്ടപ്പെടുവാൻ നമ്മളെ ധൈര്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ സകല മേഖലകളിലും യേശു ക്രിസ്തുവിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. അതുകൊണ്ട് വിശുദ്ധീകരിക്കപ്പെട്ട ഒരു നാമമാണ് ഏത് നാമം പറഞ്ഞാട്ട്? യേശു ക്രിസ്തുവിന്റെ നാമം. ആ യേശു ക്രിസ്തുവിന്റെ നാമം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും വിശുദ്ധീകരിക്കപ്പെടണം. ദൈവത്തിന്റെ നാമം പ്രിയമുള്ളവരെ വെറും ഒരു സ്ഥാന പേരല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിന്റെ നാമം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ഹല്ലേലൂയ, അത് ദൈവത്തിന്റെ പേരുകളാണ്. അത് ദൈവത്തിന്റെ ആത്യന്തികമായ തിരുവചനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമം, യഹോവ എന്ന നാമം നാം ഏറ്റുപറഞ്ഞ് ചൊല്ലുമ്പോഴുണ്ടാകുന്ന വിടുതൽ വളരെ വലുതാണ്. അതുകൊണ്ടാണ് പഴയ നിയമ ഭക്തന്മാർ യഹോവ ഇരേ, യഹോവ കരുതുമെന്ന് പറയുന്നു. യഹോവ ഷമ്മ, യഹോവ ഷാലോ, എല്ലാത്തിനും യഹോവ എന്ന പദം ചേർത്തുകൊണ്ട് കരുതുമെന്നും സമാധാനമെന്നും സുരക്ഷിതമെന്നും സൗഖ്യമാക്കുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് യഹോവ എന്ന നാമം ചേർത്ത് പാടിക്കൊണ്ട് അവർ വിജയം ഏറ്റെടുത്തുവെങ്കിൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയരെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന പവിത്രവും ശ്രേഷ്ഠവുമായ അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നാം മുന്നോട്ട് വരുമ്പോൾ വിടുതൽ ഉണ്ടാകുമോ ഇല്ലയോ? ഹല്ലേലൂയ, വിടുതൽ ഉണ്ടാകും. ആമേൻ. വിശുദ്ധ കരങ്ങളോട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിന്റെ നാമം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമുക്ക് അതിനെ നന്ദി പറയണം. അടുത്ത പദം എന്താണ്? നിന്റെ രാജ്യം പറയണമേ. വാസ്തവത്തിൽ ഇതെന്താണ്? ഇത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു സൈനിക ഉത്തരവാണ്. എല്ലാവരും ചേർന്ന് പറഞ്ഞാൽ ഇതെന്താണ്? സ്വർഗത്തിൽ നിന്നുള്ള ഒരു സൈനിക ഉത്തരവാണ്. അന്ധകാരത്തിന്റെ എല്ലാ മേഖലകളിലും എന്തു വെളിപ്പെടണം? ദൈവത്തിന്റെ രാജ്യം വെളിപ്പെടണം. ചേർന്ന് പറഞ്ഞാണ്ട് അന്ധകാരത്തിന്റെ എല്ലാ മേഖലകളിലും എന്ത് വെളിപ്പെടണം? ഹലോ, ദൈവത്തിന്റെ രാജ്യം വെളിപ്പെടണം. നിങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് അന്ധകാരമെന്ന്? നിങ്ങളുടെ കുടുംബം ഇപ്പോൾ അന്ധകാരമാണോ? നിങ്ങളുടെ ബിസിനസ്സിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾ രോഗിയാണോ? എന്നാൽ ഇവിടെ വചനം പറയുന്നു, ദൈവത്തിന്റെ രാജ്യം വരണം. ആമേൻ. ഇതൊരു സ്വർഗീയ സൈന്യത്തിൽ നിന്നുള്ള ഒരു ഉത്തരവാണ്, ഒരു സൈനികന്റെ ഉത്തരവാണ്. അതുകൊണ്ട് നമ്മുടെ വീട്, നമ്മുടെ മനസ്സ്, നമ്മുടെ നഗരം, നാം പാർക്കുന്ന രാഷ്ട്രം, നാം പാർക്കുന്ന രാജ്യം, ഇവിടെ ശത്രുവിനെ ആക്രമിക്കാൻ ഇടം കൊടുക്കരുത്. ഇവിടെ ക്രിസ്തു ഭരിക്കണമെന്ന് ഈ വേദവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതാണ് നമ്മൾ ഒറ്റയടിക്ക് പറയും, ദൈവമേ നിന്റെ രാജ്യം വരണമേ, നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമി. അങ്ങനെ പറഞ്ഞു നിർത്താനുള്ളതാണോ പ്രിയമുള്ള ദൈവമക്കളെ? ഹല്ലേലൂയ. അന്ധകാരത്തെ തിരിച്ചറിയുക, കുടുംബത്തിൽ നേരിടുന്ന ശൂന്യത തിരിച്ചറിയുക, ലക്ഷ്യം തെറ്റിപ്പോക്കുന്ന അവസ്ഥ തിരിച്ചറിയുക. തലമുറകൾ നിങ്ങളോടൊപ്പം ഉണ്ടോ? മാതാവും പിതാവും നിങ്ങളോടൊപ്പം ഉണ്ടോ? നിങ്ങളുടെ ഉത്തമ ഭാര്യ നിങ്ങളോടൊപ്പം ഉണ്ടോ? നിങ്ങളുടെ ഉത്തമ ഭർത്താവ് നിങ്ങളോടൊപ്പം ഉണ്ടോ? അവരിൽ എന്തെങ്കിലും തിന്മയുണ്ടോ? അവരിൽ എന്തെങ്കിലും പൊള്ളത്തരമുണ്ടോ? അവരിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? അവരിൽ എന്തെങ്കിലും വ്യാജമുണ്ടോ? അവരിൽ എന്തെങ്കിലും അന്ധതയുണ്ടോ? അവരിൽ എല്ലാവരിലും സമാധാനമാണോ എന്നിങ്ങനെ വിചിന്തനം ചെയ്യണം. ഇവിടെ വരേണ്ടത് ദൈവത്തിന്റെ രാജ്യമാണ്. ദൈവം ഭരിക്കണം. നമ്മുടെ മനസ്സിന്, നമ്മുടെ കുടുംബത്തെ ദൈവം ഭരിക്കണം. സമാധാനം ഭാര്യയ്ക്കും ഭർത്താവിലും ഉണ്ടാകണം. സമാധാനം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകണം. സമാധാനം നമ്മുടെ ദേശത്തുണ്ടാകണം. നമ്മൾ നിലവിളിക്കേണ്ടതല്ലയോ? ഒരുമിച്ച് ചേർന്ന് പറഞ്ഞാൽ, കർത്താവേ നിന്റെ രാജ്യം എന്റെ ഭാര്യയിൽ വെളിപ്പെടണമേ, നിന്റെ രാജ്യം എന്റെ സഹോദരനിൽ വെളിപ്പെടണമേ, നിന്റെ രാജ്യം എന്റെ മാതാപിതാക്കളിൽ വെളിപ്പെടണമേ, നിന്റെ രാജ്യം എന്റെ കുടുംബത്തിൽ വെളിപ്പെടണമേ, നിന്റെ രാജ്യം എന്റെ ഹൃദയത്തിൽ വെളിപ്പെടണമേ, നിന്റെ രാജ്യം എന്റെ ദേശത്ത് വെളിപ്പെടണമേ. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ തന്നെ തീരുമോ? ഹല്ലേലൂയ.
ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് എന്തിനാണെന്നൊന്ന് പറഞ്ഞു തരാമോ? ഈ രാജ്യത്തിന്റെ കാവൽക്കാരായി മാറാനാ. ദൈവം എന്തിനാണ് നമ്മളെ വിളിച്ചു വേർതിരിക്കുന്നത്? നമ്മുടെ കുടുംബത്തിന്റെ കാവൽക്കാരനായി മാറണം, നമ്മുടെ ദേശത്തിന്റെ കാവൽക്കാരനായി മാറണം, നമ്മുടെ രാജ്യത്തിന്റെ കാവൽക്കാരനായി മാറണം. അതിനാ ദൈവം വിളിച്ചു വേർതിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന ഒറ്റ വാക്കിക്കൊണ്ട് അസ്തമിച്ചു കളയരുത്. ഒളിക്ക വിളിക്ക 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 വിളിച്ചു പറ, നിന്റെ രാജ്യം വരണമേ എന്റെ ഭവനത്തിൽ, എന്റെ സഹോദരങ്ങളിൽ, എന്റെ ദേശത്ത്. എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ. ഇതൊരു ആത്മീയ യുദ്ധമാണ് പ്രിയമുള്ളവരെ. ഇത് മധ്യസ്ഥത അണയ്ക്കേണ്ടുന്ന സമയമാണ്. ഹല്ലേലൂയ. ശത്രു ഓരോ നിലയിലും ഷെഡ്യൂൾ ചെയ്യുകയാണ്. നിന്റെ കഴിവ് നിന്റെ കഴിവ് നഷ്ടപ്പെടുക. നിങ്ങൾക്കൊക്കെ അറിയാമോ, എന്റെ അനുഭവം പലർക്കും അറിയാം. ഞാനതൊന്നും പ്രസ്താവിക്കാൻ മുതിരുന്നില്ല. ഒറ്റപ്പെട്ടു എന്ന് തോന്നിയ സമയമാണ്, ബലഹീനനെന്ന് വിധി എഴുതിയ സമയമാണ്, തകർന്നു പോയി എന്ന് തോന്നിയ സമയമാണ്. എന്നാൽ ദൈവമാണ് കഴിവുള്ളവനാക്കി തീർക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ദൈവമാണ് ബലഹീനത നീക്കി വിടുതൽ നൽകുന്നെന്ന് തിരിച്ചറിയുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. ശത്രുവിന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലല്ലോ. എങ്ങനെയാ നമ്മൾ അറിയേണ്ടത്? നമുക്ക് ശൂന്യത നേരിടുമ്പോൾ ശത്രുവിന്റെ തന്ത്രമാണെന്ന് അറിഞ്ഞോണം. ജോലി നഷ്ടപ്പെടുമ്പോൾ ഓർത്തുകൊള്ളണം. കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുമ്പോഴും ഓർത്തുകൊള്ളണം. ഇവിടെ വിളിച്ചു പറയേണ്ടത് ഒറ്റ ഒരു പ്രാർത്ഥനയുള്ളൂ: ദൈവമേ, നിന്റെ സമാധാനം വരണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ശക്തി വെളിപ്പെടണമേ. അതിനാൽ നിന്റെ മുമ്പിൽ ഞാൻ നടുവിൽ നിൽക്കുന്നു. ഇവിടെ സ്വർഗം സ്ഥാപിതമാകണം. നമ്മളിലുള്ള പ്രിയപ്പെട്ടവർ മദ്യപാനിയാണോ? എങ്ങനെ സ്വതന്ത്രമാകും? അതിന് കുടുംബത്തിലുള്ള ഒരാളെങ്കിലും ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്ക്. അധികം താമസിയാതെ മദ്യത്തിന്റെ ആസക്തി വിട്ടുമാറുവാനിടയാകും. ശക്തമായി മധ്യസ്ഥത അണയ്ക്കൂ. ദൈവത്തിന്റെ രാജ്യം എന്റെ ഭർത്താവിൽ വെളിപ്പെടണമെന്ന് പറയൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ രാജ്യം എന്റെ കുടുംബത്തിൽ വെളിപ്പെടണമെന്ന് പറയൂ. നമ്മൾ ചുമ്മാ സമയം വ്യർത്ഥമായി കളയരുത്. പകൽ സമയം ഉള്ളിടത്തോളം കാലം നാം മര്യാദയ്ക്ക് നടക്കണം പ്രിയരെ. ഇത് ദൈവത്തിന്റെ സമയമാണ്. എന്നിലും നിങ്ങളിലും ദൈവത്തിന്റെ രാജ്യം വളരണം. തിന്മ പ്രവർത്തിക്കാൻ കൂട്ടുനിൽക്കരുത്. പോസ്റ്റ് സംസാരിക്കാൻ സമയം കണ്ടെത്തരുത്. അശുദ്ധി നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കരുത്. ദൈവത്തിന്റെ നീതി നിവർത്തീകരിക്കണം. തലമുറ ദൈവത്തെ കണ്ടുമുട്ടണം. തലമുറകൾ ദൈവവചനം പഠിക്കണം. തലമുറകൾ കുടുംബത്തിൽ ആരാധിക്കാൻ തയ്യാറാകണം. മാതാവും പിതാവും കുഞ്ഞുങ്ങളും ഒരുമിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന സമയമാണ് ഈ സമയം. ഇത് അന്ത്യകാലമാണ്. തലമുറകൾ വഴിപിടച്ചു പോയി. മാതാപിതാക്കൾ സെൽഫിഷുകളായി മാറി, സ്വാർത്ഥരായി മാറി. ആർക്കും ആരെ ചേർത്ത് നിർത്താൻ പറ്റാതെ പോകുന്നു. ഉണരുക എന്ന് ദൈവം നമ്മോട് പറയുമ്പോൾ, മടങ്ങി വരിക എന്ന് ദൈവം നമ്മോട് പറയുമ്പോൾ, ചേർന്ന് നിൽക്കുക എന്ന് ദൈവം നമ്മോട് പറയുമ്പോൾ നമ്മൾ അകന്നു പോകരുത്. ഇത് എന്താണ് പറയുന്നത്? ദൈവമേ, നിന്റെ രാജ്യം, എല്ലാവരും ചേർന്ന് പറഞ്ഞാൽ, നിന്റെ രാജ്യം വരണമേ. നമ്മുടെ രാജ്യം നമ്മുടെ ഗവൺമെന്റുകളിൽ സ്ഥാപിതമാകണം. ആരുടെ രാജ്യം? പറഞ്ഞേ, സ്വർഗത്തിലെ രാജ്യം. ഗവൺമെന്റുകളിൽ ദൈവത്തിന്റെ രാജ്യം വളരണം. നമ്മൾ പലപ്പോഴും ഗവൺമെന്റുകളെ കുറ്റപ്പെടുത്താറുണ്ട്, അധികാരികളെ കുറ്റപ്പെടുത്താറുണ്ട്, ലീഡേഴ്സിനെ കുറ്റപ്പെടുത്താറുണ്ട്. കുറ്റപ്പെടുത്തുന്ന നമ്മുടെ നാവിന് കുറച്ച് സമയം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ദൈവമേ, നിന്റെ രാജ്യം ഞങ്ങളുടെ ഗവൺമെന്റുകളിൽ, ദൈവമേ നിന്റെ രാജ്യം ഞങ്ങളുടെ ഗവൺമെന്റ് സംവിധാനങ്ങളിൽ, ദൈവമേ നിന്റെ രാജ്യം ഞങ്ങളുടെ സമൂഹങ്ങളിൽ, ദൈവമേ നിന്റെ രാജ്യം ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ദൈവമേ നിന്റെ രാജ്യം ഞങ്ങളുടെ സഹോദര വർഗങ്ങളുടെ ഹൃദയങ്ങളിൽ വെളിപ്പെടണമേ. ഇന്ന് രാത്രി വചനത്തിന് മുമ്പാകെ പ്രാർത്ഥനയോടെ എല്ലാവരും കടന്നു വന്നാട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്? നിന്റെ രാജ്യം വരണമേ, വരണമേ. അടുത്ത എന്തോ പറയുന്നത്? നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ദൈവത്തിന്റെ ഇഷ്ടം ഭൂമി സ്ഥാപിതമാകണ്ടേ? ഹലോ, ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യണ്ടേ? അതിന് ഇവിടെ കീഴടങ്ങൽ വളരെ ആവശ്യമാണ്. എന്താണ് കീഴടങ്ങൽ? ആർക്ക് കീഴടങ്ങണം? ആർക്ക് കീഴടങ്ങണം? ദൈവത്തിന് സന്നിധിയിൽ കീഴടങ്ങണം. ഹല്ലേലൂയ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗെത്സമനയിൽ യേശു കർത്താവ് ചെയ്തത്. നിങ്ങൾക്കറിയാമോ ഗെത്സമനയിൽ യേശു എന്താ ചെയ്തതെന്ന് പറഞ്ഞേ? നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു, സന്തോഷം. ദൈവവചനം പറയുന്നത് ഇങ്ങനെയാണ്. ഗെത്സമനയിൽ യേശു വിളിച്ചു പറഞ്ഞു, ദൈവമേ
പിതാവേ, എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറണം. ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവർ മനസ്സിലാക്കുക, നമ്മളെ നിയന്ത്രിക്കാൻ ഇവിടെ ഒരാൾ ഉണ്ടാകണം, നമ്മളെ താങ്ങുവാൻ ഇവിടെ ഒരാൾ ഉണ്ടാകണം, നമ്മളെ വഹിക്കുവാൻ ഇവിടെ ഒരാൾ ഉണ്ടാകണം. നമ്മുടെ ഭാവി എന്തായിത്തീരും, എങ്ങനെയായിത്തീരുമെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ കാണുന്ന, നമ്മളെ താങ്ങുന്ന, നമ്മളെ വഹിക്കുന്ന ഒരുവൻ ഉണ്ടാകണം. യേശു കർത്താവിന് അറിയാം മുമ്പിൽ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന്. മുമ്പിൽ തനിക്ക് നേരിടാൻ പോകുന്ന കഷ്ടത വളരെ വലുതാണെന്നറിയാം, വേദനകൾ വളരെ വലുതാണെന്നറിയാം, ക്രൂശ് മരണം അത്ര നിസാരമായ കാര്യമല്ലെന്നറിയാം. ഹല്ലേലൂയ. അമ്മ പുറം മുഴുവൻ ജാലികൾ പോലെ വിണ്ടു കീറാൻ പോകുകയാണ്. ശരീരത്തിലെ രക്തത്തുള്ളികൾ ഭൂമിയിലേക്ക് പതിക്കാൻ പോകുകയാണ്. അവസാന തുള്ളി രക്തം ഊറ്റാൻ പോകുകയാണ്. വളരെയധികം ഭയാനകമാകുന്ന ഒരു അനുഭവമാണ് മുമ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമാകാൻ പോകുകയാണ്. മനുഷ്യരാൽ നിന്ദിക്കപ്പെടാൻ പോകുകയാണ്. മനുഷ്യരാൽ അപമാനിക്കപ്പെടാൻ പോകുകയാണ്. മനുഷ്യരാൽ കുത്തുവാക്കുകളാൽ മുറിവേൽക്കാൻ പോകുകയാണ്. ഹൃദയം തകരാൻ പോകുകയാണ്. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, നീ എന്നെ വഹിക്കണം, നീ എന്നെ താങ്ങണം. എന്റെ മുമ്പിലുള്ള ഭാവി ഞാൻ കാണുന്നു. നമ്മുടെയൊക്കെ മുമ്പിലെ ഭാവി എന്തുവാ? മക്കൾ നന്നാകണം, അല്ലേ? നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മുടെയൊക്കെ മുമ്പിലെ ഭാവി എന്താ? പറഞ്ഞേ, മക്കൾ നന്നാകണം, മക്കൾ വലിയ ഫെസിലിറ്റി ആകണം. ഇതൊക്കെ പറയാൻ പോകുമ്പോൾ നമുക്ക് വളരെ ദുഃഖം ഉണ്ടാവും. ചിലര് വിവാഹം പോലും കുഞ്ഞുങ്ങളെ വൈകിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഉത്തമമായതിനെ അന്വേഷിക്കുക, ഉത്തമമായ ജോലി അന്വേഷിക്കുക. പല ഭവനങ്ങളും വളരെയധികം പ്രായം ചെന്നിരിക്കുക കുഞ്ഞുങ്ങള്, വളരെയധികം ജാതകദോഷം പറഞ്ഞ് പലരും മാറി നിൽക്കുന്നു. ഹല്ലേലൂയ. പല പല പ്രശ്നങ്ങളാൽ കുഞ്ഞുങ്ങളുടെ ഭാവി, കുടുംബതലങ്ങളിലുള്ള ഭാവി വളരെ കഷ്ടതയിലും ശോധനയിലുമാണ്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ദൈവപുത്രനായ ക്രിസ്തു പറയുന്നു, എന്റെ ഇഷ്ടമല്ല ദൈവമേ, നിന്റെ ഇഷ്ടം നിറവേറണം. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, മുമ്പിൽ ഒളിക്കുന്ന ഭാവി എന്തുമായിക്കോട്ടെ, അത് താങ്ങാനുള്ള ഒരു കരുത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മുമ്പിൽ ഇരിക്കുന്നത് ചിലപ്പോൾ വലിയ രോഗമായിരിക്കാം, മുമ്പിൽ ഇരിക്കുന്നത് വലിയൊരു അപകടമായിരിക്കാം, മുമ്പിൽ ഇരിക്കുന്നത് വലിയ മുറിവേൽപ്പിക്കുന്ന വേദനകളായിരിക്കാം, മുമ്പിൽ ഇരിക്കുന്നത് വലിയ ഭാരമായിരിക്കുന്ന വിഷയങ്ങളായിരിക്കാം. പക്ഷെ ദൈവത്തിൽ നിന്നും അകന്നു പോകരുത്. താങ്ങണം, വഹിക്കണം, ചുമലിലേക്കണം. ആര് വരണം? യേശു ക്രിസ്തു വരണം. അതുകൊണ്ടാണ് ദൈവപുത്രനായ ക്രിസ്തു പറയും, ദൈവമേ, എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറണം. കാരണം ദൈവത്തിന് പ്രസാദമുള്ള ഹിതം ചെയ്താൽ ദൈവം താങ്ങുവാനിടയാണ്. നമ്മുടെ സ്വന്തം ബുദ്ധിക്ക് പോയിട്ട് അടി വാങ്ങുന്നതിനേക്കാൾ ദൈവത്തിന്റെ ഹിതത്തിനറിഞ്ഞു പോയാൽ ദൈവം നമ്മളെ വഹിച്ചുകൊള്ളും. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? നമ്മുടെ സ്വന്തം ബുദ്ധിക്ക് ബ്ലേഡ് ബിസിനസ്സിന് പോയാൽ, നമ്മുടെ സ്വന്തം ബുദ്ധിക്ക് കാട്ടാളത്തിന് കൂട്ടുനിന്നാൽ, നമ്മുടെ സ്വന്തം ബുദ്ധിക്ക് വമ്പിച്ച മണിമാളികൾ പണിതാൽ ചിലപ്പോൾ അത് കടം കയറി മുടിഞ്ഞു പോകും. നമ്മുടെ സ്വന്തം ബുദ്ധിക്ക് വലിയ സാഹസം കാട്ടിക്കൂട്ടിയാൽ നമ്മൾ തകർന്നു പോകും. പിന്നെ ദൈവദാസന്മാരെ, ദൈവമക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പ്രവാചകനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് സ്വന്തം ബുദ്ധിക്ക് ചെവി കൊടുക്കരുത്, സ്വന്തം ബുദ്ധിക്ക് മനസ്സ് വിധേയപ്പെടുത്തരുത്, സ്വന്തം ബുദ്ധിക്ക് ലാഭം കണ്ട് മുന്നോട്ട് ഇറങ്ങരുത്. സ്വന്തം ബുദ്ധി നമ്മളെ ചതിക്കും. അതുകൊണ്ട് നമുക്ക് സ്വന്തം ബുദ്ധി വേണ്ട, ദൈവത്തിന്റെ ബുദ്ധി മതി, ദൈവത്തിന്റെ ഗിതം മതി, ദൈവത്തിന്റെ ജ്ഞാനം മതി, ദൈവത്താലുള്ള ഒരു അറിവ് മതി. എത്ര പേർക്ക് ആമേൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. ചുരുക്കരങ്ങളെ ചോദിച്ചാട്ടെ, ഇവിടെ ദൈവപുത്രനെ ക്രിസ്തുവിനെ താങ്ങാൻ ദൈവഗതത്തിന് ഏൽപ്പിച്ചപ്പോൾ തയ്യാറായി. ആര് തയ്യാറായി? പിതാവ് തയ്യാറായി. ആമേൻ. എത്ര പേർക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞു? ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താലും വചനത്താൽ ക്ഷയമെടുക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ പ്രാർത്ഥന വാചകത്തിൽ എന്താണ് പറയുന്നത്? ദൈവമേ, നിന്റെ ഇഷ്ടമല്ല, പറഞ്ഞേ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണം. എല്ലാവരും ചേർന്ന് പറഞ്ഞാൽ, ദൈവമേ, എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണം. അതുകൊണ്ട് ദൈവമക്കളെ, ഈ ലോകത്ത് സർക്കാർ മാറി മാറി ഭരിച്ചുകൊള്ളട്ടെ, കലാപങ്ങൾ ഉണ്ടാകട്ടെ, പ്രശ്നങ്ങൾ വളരെ വർദ്ധിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ, വിപ്ലവാത്മകമായ വമ്പിച്ച പ്രതിസന്ധികൾ മുമ്പിൽ വരട്ടെ. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ സമർപ്പിതനായവനെ ദൈവം താങ്ങും. ദൈവത്തിന്റെ ഇഷ്ടത്തിന് സമർപ്പിതനായവനെ ദൈവം വഹിക്കും. ദൈവം കൈകളിൽ താങ്ങിക്കൊള്ളും.
അതുകൊണ്ട് വിളിച്ചു പറയാ, പ്രിയമുള്ള ദൈവമക്കളെ, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ നാം ക്രിസ്തുവിന് അനുരൂപമായി മാറുകയാണ്. ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ പക്വമായ ഒരു നിലവിളിയിലേക്ക് നാം മാറുകയാണ് എന്ന് നാം തിരിച്ചറിയണം. പൗലോസ് ലീഗ പറയുന്നത് കേൾക്കണമോ? ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ലെന്നാ പറയുന്നത്. എനിക്ക് ഓട്ടം ഓടണം. എല്ലാവരും ഓട്ടം ഓടുന്നവരാ, പക്ഷെ ബിരുദ് പ്രാപിക്കുന്നവർ ഒരുവൻ മാത്രമേ ഉള്ളൂ. ബിരുദ് പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എനിക്ക് കാണണം. എല്ലാവരും ഓട്ടം ഓടുന്നുണ്ട്, എല്ലാവരും ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്, എല്ലാവരും ദൈവത്തിന് വേണ്ടി ദാനധർമ്മം ചെയ്യുന്നുണ്ട്, എല്ലാവരും നന്നായി പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ടവരെയാണ് ഇവിടെ ആവശ്യം. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? വിളിക്കപ്പെട്ടവരൊക്കെ അനേകരാ, പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ടവർ വേണം. അവർക്ക് മാത്രമേ രാജകീയ വസ്ത്രമുള്ളൂ, അവർക്ക് മാത്രമേ വിശുദ്ധ വസ്ത്രമേ ഉള്ളൂ. അവർക്ക് വേണ്ടി ദൈവം വിളിച്ചു പറയുന്നവരെ ഒരു സന്ദേശം, നല്ലവനും വിശുദ്ധനുമായ ദാസനെ, നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഇതാ നിനക്ക് അവസരം ലഭിച്ചിരിക്കുന്നു. ഇതിന്റെ കാര്യങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അവസാനമായിട്ട് എന്താണ് പറയുന്നത്? കർത്താവേ, ഞങ്ങളുടെ അപ്പം ഞങ്ങൾക്ക് തരണമേ. വാസ്തവത്തിൽ ഈ അപ്പം എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന അപ്പം എന്ന് പറയുന്നത് 3 നേരം 4 നേരം കഴിക്കുന്ന ഒരു അപ്പത്തെ കുറിച്ച് നമുക്കറിയത്തുള്ളൂ. അതിനപ്പുറത്ത് ദൈവവചനം ഒരു അപ്പമാണെന്ന് ഇവിടെ വിശേഷിപ്പിക്കുകയാണ്. യേശു കർത്താവ് പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല പറഞ്ഞേ, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അപ്പം ദൈവത്തിന്റെ വചനം ജീവനുള്ള ഒരു അപ്പമാണ് എന്ന് പറഞ്ഞാൽ, അപ്പം എന്ന് പറഞ്ഞാൽ കരുതൽ, ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ദൈവം കരുതിയെങ്കിലേ ഒരു കരുതലുള്ളൂ. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചാലേ അതൊരു വെളിപ്പെടുത്തലായി മാറുകയുള്ളൂ. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ മനസ്സിലാക്കുക, ദിവസം ദൈവത്തിന്റെ കരുതൽ ആവശ്യമാണ്. അന്നുള്ള ആഹാരം നമുക്ക് തരണമെന്നല്ല പറയുന്നത്. അതെ, അന്നുള്ള ദോഷം വിട്ടുമാറണം, അന്നുള്ള അപകടം വിട്ടുമാറണം, അന്നുള്ള അനർത്ഥം വിട്ടുമാറണം, അന്നുള്ള നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രതികൂലങ്ങളും പ്രലോഭനങ്ങളും വിട്ടുമാറണം. അതെ, അന്നുള്ള ദൈവത്തിന്റെ കരുതൽ ഉണ്ടാകണം, അന്നുള്ള ദൈവത്തിന്റെ ആത്മീയ അനുഭവം ഉണ്ടാകണം, അന്നുള്ള മന്ന നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. എത്ര പേർക്ക് അമ്മ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? എല്ലാ മേഖലയിലും നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് ചില പ്രിയപ്പെട്ടവരൊക്കെ പറയും. അത് തെറ്റാണോ അല്ലയോ എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഒരു യാഥാർത്ഥ്യം ഞാൻ വിളിച്ചു പറയുന്നു. ഓരോ വാക്യത്തിന്റെ ആഴ നമ്മൾ ഗ്രഹിച്ചു കൊള്ളണം. അതുകൊണ്ട് ദൈവവചനം പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന വചനം കൊണ്ട് എന്ത് ചെയ്യുന്നു? ജീവിക്കുന്നു. ഹല്ലേലൂയ. അന്നുള്ള ആഹാരം, അന്നു നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന ബലം ദൈവം തരണം, ആരോഗ്യം ദൈവം തരണം, ആത്മീയ വചനം ദൈവം തരണം. ഓരോ ദിവസവും ദൈവം നൽകുന്ന വചനം അത് പുതിയ മന്നയാണ്, പുതിയ കാഴ്ചപ്പാടാണ്, പുതിയ ദർശനമാണ്. വിശ്വസിക്കുന്നവർ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്. അതുകൊണ്ട് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾക്ക് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം പഠിക്കുമെന്ന ദൈവമക്കൾക്ക് അറിയാം, ദൈവം ഇസ്രായേലിന് മന്ന നൽകി. എന്നാൽ ഇന്ന് ദൈവം നൽകുന്ന മന്ന എന്ന് പറയുന്നത് ശേഖരിച്ചു വെക്കുന്ന ഒന്നല്ല, അത് ദൈനംദിന ആവശ്യത്തിന് വേണ്ടി ദൈവം നൽകുന്ന ഒന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ഓരോ നിമിഷം ദൈവത്തോടുള്ള നമ്മുടെ ആശ്രയത്വം മുറുകെ പിടിക്കണമെന്ന്. ദൈവം നമ്മുടെ ബലവും സങ്കേതമെന്ന് നമ്മൾ ചേർന്ന് പറയാനിടയാകണം. ദൈവം എന്റെ കഷ്ടങ്ങളിൽ തുണയാണെന്ന് പറയാനിടയാകണം. നീതിമാൻ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്ന ബലമുള്ള ഒരു നാമം സങ്കേതവും ദൈവത്തിൻ്റെതാണെന്ന് പറയാൻ കഴിയണം. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. അതുകൊണ്ട് ആത്മീയമായി, ഭൗതികമായി, ശാരീരികമായി, മാനസികമായി അന്നു നമുക്ക് വേണ്ടുന്ന ഒരു ഊർജ, ഒരു എനർജി, ഒരു ആത്മീയ ചൈതന്യം, ഒരു ദിവ്യ കൃപ, ഒരു ദിവ്യ പ്രകാശം, ഒരു ദിവ്യ അനുഭവം ഇത് നമ്മളിൽ ഉണ്ടാകണം. ആവലാതികളല്ല ഉയരേണ്ടത്, അയ്യോ എന്നുള്ള നിലവിളിയല്ല ഉയരേണ്ടത്. ആമേ ഹല്ലേലൂയ. എനിക്ക് ആരുമില്ലല്ലോ എന്നുള്ള നിലവിളിയല്ല ഉയരേണ്ടത്. ആമേ എന്റെ കണ്ണുനീർ തുടയ്ക്കാൻ ആരുമില്ലല്ലോ എന്നുള്ള നിലവിളിയല്ല. അതിനപ്പുറത്ത് ദൈവമക്കൾ വിളിച്ചു പറ, അന്നുള്ള ആഹാരം എനിക്ക് ദൈവം തരണം, എനിക്കൊരു കരുതൽ ഉണ്ടാകണം, എനിക്ക് ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടാകണം, എനിക്ക് ദൈവം എന്റെ കാവലായി മാറണം, ദൈവം എന്റെ ദാതാവായി മാറണം. ആമേ അടുത്തത് എന്താണെന്ന് അറിയാം? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ
ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അത് പറയാൻ എനിക്ക് സമയമില്ല. ദൈവം അനുവദിക്കുന്നെങ്കിൽ ആ ഭാഗം അടുത്ത പ്രാവശ്യം നമുക്ക് ചിന്തിക്കാം. എല്ലാവരും എന്നോട് ചേർന്ന് പറഞ്ഞാട്ട്, ദൈവമേ നിന്റെ നാമം ഞങ്ങളുടെ ഭവനത്തെ വിശുദ്ധീകരിക്കണമേ. ചേർന്ന് പറഞ്ഞാട്ട്, ഹലോ, നിന്റെ നാമം ഞങ്ങളുടെ ഭവനത്തെ വിശുദ്ധീകരിക്കണം. നിന്റെ നാമം ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ. നിന്റെ നാമം ഞങ്ങളുടെ ദേശത്തെ വിശുദ്ധീകരിക്കണമേ. നിന്റെ നാമത്തിൽ ഞങ്ങളുടെ സകല ബലഹീനതകൾ നീങ്ങിപ്പോകണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളിലുള്ള സകല ബലഹീനതകൾ നീങ്ങിപ്പോകട്ടെ. ഞങ്ങളിലുള്ള മദ്യത്തിന്റെ ആസക്തി നീങ്ങിപ്പോകട്ടെ. ഞങ്ങളിലുള്ള കുടുംബത്തിൽ ഉണ്ടാകുന്ന കുടുംബ കലകം നീങ്ങിപ്പോകട്ടെ. ഞങ്ങൾ തലമുറകളെ ചൊല്ലി കരയുന്ന ആ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു വിടുതൽ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ തലമുറകൾ യഥാസ്ഥാനപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവമേ നിന്റെ നാമം ഞങ്ങളുടെ തലമുറകളെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ നിന്റെ രാജ്യം വരണമേ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, കർത്താവേ നിന്റെ രാജ്യം, നിന്റെ ശക്തി, നിന്റെ സമാധാനം, നിങ്കലുള്ള ആശ്വാസം, നിങ്കലുള്ള വിടുതൽ എന്റെ ജീവിതത്തിൽ വെളിപ്പെടണമേ. എന്റെ കുടുംബത്തിൽ വെളിപ്പെടണമേ. എന്റെ തലമുറയിൽ നിന്റെ രാജ്യം വളരണമേ. നിന്നിലുള്ള നീതി വെളിപ്പെടണമേ. നിന്നിലുള്ള കരുതൽ വെളിപ്പെടണമേ. നിന്നിലുള്ള അനുഭവം എന്റെ തലമുറകൾക്ക് ഉണ്ടാകണമേ. നാളെ ഒരു ഫോൺ കോൾ വിളിച്ചിട്ട് നിങ്ങൾ പറയരുത് ഞാൻ ഞെരുക്കമാണ്, കത്തതയാണ്, പട്ടിണിയാന്ന് പറയരുത്. അത് പറയാതിരിക്കാനുള്ള ദൈവവചനത്തിലെ മർമ്മമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ശൂന്യത മാറാൻ ഇതല്ല, വേറെ ഒരു വഴിയുമില്ല. യേശുവിന്റെ നാമം നമ്മളെ വിശുദ്ധീകരിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മുടെ സമ്പത്ത് വിശുദ്ധീകരിക്കണം. ദൈവമല്ലാത്ത ഒരു സമ്പത്ത് നമ്മുടെ കൈകൊണ്ട് അനുഭവിക്കാൻ ഇടപെടരുത്. ഒരു അന്യായമായ കൂട്ടുകെട്ടിൽ നമ്മൾ ഇടപെടരുത്. ദൂതൻ മുമ്പിലിരിക്കുമ്പോൾ നാവിനെ കടിഞ്ഞാണിടണം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവമേ നിന്റെ രാജ്യം വരണമേ. അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. പറഞ്ഞാട്ട്, അന്നുള്ള ആഹാരം എന്താണ്? അന്നുള്ള ആഹാരം ഹല്ലേലൂയ, ദൈവത്തിന്റെ കരുതല്, ദൈവത്തിന് നമ്മോടുള്ള വെളിപ്പെടുത്തൽ വെളിപ്പെടണം. ദൈവം സുരക്ഷിതമായി നമ്മളെ താങ്ങണം. നമ്മുടെ ജീവിതത്തെ ദൈവം പ്രവർത്തിക്കണം. ദൂതന്റെ കയ്യിൽ നിന്നും നമ്മളെ വിടുവിക്കണം. പാപശക്തി ദൈവം വിടുവിക്കണം. പ്രലോഭനങ്ങളിൽ നിന്നും പരീക്ഷകളിൽ നിന്നും ദൈവം നമ്മളെ വിടുവിക്കണം. എല്ലാവരും പറഞ്ഞാട്ട് ഹല്ലേലൂയ.